morning students. Today our last class in basic numerical methods. Basic numerical methods le nammal idu vare ella portionum complete cheyidu. Skewness, kurtosis vareyulla topics complete cheyidittunde. Then just oru revision atrayana edondu uddeshikkunnullu basic numerical methods inde ee last class kondu uddeshikkunne. Then avade first chapter aanengile നമുക്ക് അവിടെ മുതൽ തുടങ്ങാം. എന്തൊക്കെയാണ് നമ്മൾ പറയേണ്ടതെന്നും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ചില കാര്യങ്ങൾ മാത്രം പറയുകയാണ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ന്യൂമറിക്കൽ എക്സ്പ്രഷൻസ് ആൻഡ് ഇക്വേഷൻസ്. ദെൻ അതിൽ സൈമിൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻസ് അപ് ടു 3 വേരിയബിൾസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ, ഫാക്ടറൈസേഷൻ ആൻഡ് ക്വാഡ്രാറ്റിക് ഫോർമുല. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്നത്. ആ ഫസ്റ്റ് ചാപ്റ്ററിലെ നമ്മൾ വളരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്വേഷൻസിനെ കുറിച്ച് പറഞ്ഞു. ഓർക്കുന്നുണ്ടാവും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്വേഷൻസ് ഏതൊക്കെയാണ്? സിമ്പിൾ ലീനിയർ ഇക്വേഷൻ, സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ്. ദെൻ സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ എക്സും വൈയും വരുന്ന സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ്. സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ് ഫസ്റ്റ് ഡിഗ്രി 3 അൺനോൺസ് എക്സ് വൈ സെഡ് വരുന്ന ഇക്വേഷൻസ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. Quadratic equation le ax square plus bx plus c is equal to 0. Then last one is simultaneous equations 2 unknown where one is linear and other is second degree. ചിലപ്പോൾ ലീനിയർ ഇക്വേഷൻ ഉണ്ടായിരിക്കാം, അതേസമയം തന്നെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസും ഉണ്ടായിരിക്കാം. അപ്പോൾ ഏത് രീതിയിലും എക്സോ വൈയോ സെഡോ മിസ്സിംഗ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള രീതിയാണ് നമ്മൾ ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ എസ് എ ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ പാർട്ടിൽ നിന്നോ അതല്ലെങ്കിൽ സോൾവ് ദി ഇക്വേഷൻസ് അതുപോലെ തന്നെ 3 അൺനോൺസ് വരുന്ന എക്സും വൈയും സെഡോട് കൂടിയിട്ടുള്ള ഇക്വേഷൻസൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ 2 അൺനോൺസ് വരുന്ന ഇക്വേഷൻസ് ഉണ്ട്. പിന്നെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലൊക്കെയുള്ള ചില ഇക്വേഷൻസ് നമുക്കിന്ന് സോൾവ് ചെയ്യാനുണ്ട്. ദെൻ അതിലെ ഓരോ ക്ലാസ്സും അതുപോലെ ഡിമാൻഡ്, സപ്ലൈ, ഇക്വിലിബ്രിയം ഒക്കെ കണ്ടെത്താനുള്ള ചില ടെക്നിക്സ് കൂടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില പ്രോബ്ലംസ് കൂടെ ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ എക്സസൈസ് പ്രോബ്ലംസും നിങ്ങളതിൽ ചെയ്ത് നോക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഓർമ്മ വരുന്നുണ്ടായിരിക്കണം. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ax സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. ദെൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളത് സോൾവ് ചെയ്യാം. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മെട്രിക്സ് ഓർ മെട്രിസസ് എന്ന് പറയുന്നതാണ്. ആ മെട്രിസസിൽ ഇൻട്രൊഡക്ഷൻ വളരെ ഡിഫറെൻറ്റ് ഒരുപാട് പേര് സെമിനാർ ചെയ്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണത്. ഇൻട്രൊഡക്ഷൻ, ടൈപ്സ് ഓഫ് മെട്രിസസ്, റോ മെട്രിക്സ്, കോളം മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ്, ലീഡിങ് ഡയഗണൽസ് എന്നൊക്കെ പറയുന്ന ടൈപ്സ് ഓഫ് മെട്രിസസ്. ട്രേസ് ദ ട്രാൻസ്പോസ് ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് എ മെട്രിക്സ്. Then matrix operations le matrix addition, matrix subtraction, matrix multiplication and inverse of a matrix അത്രയും നമ്മളതിൽ പഠിച്ചിട്ടുണ്ട്. ദെൻ അവിടെ അഡ്ജോയിൻറ്റ് ആൻഡ് ഇൻവേഴ്സ്. ദെൻ അതിൽ നിന്ന് മിക്കവാറും ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ് ഫൈൻഡ് എ ഇൻവേഴ്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനൊക്കെ എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അതേപോലെ തന്നെ സോൾവ് ദി ഇക്വേഷൻ യൂസിങ് മെട്രിസസ് അതാണ് പിന്നെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അത് മെട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ ഏത് സോൾവ് ചെയ്യേണ്ടത്, ഇക്വേഷൻസ് സോൾവ് ചെയ്യേണ്ടത്. അതേപോലെ ക്രാമേഴ്സ് റൂളും. അപ്പോൾ അതിൽ നമുക്ക് ഇത്തിരി കൂടെ സീരിയസ് ആയിട്ട് പഠിക്കാനുള്ള ചില ഏരിയാസ് ഉണ്ട്. മെട്രിക്സ് എന്ന് പറയുന്നതിൽ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ചോദിക്കാം. അതേപോലെ തന്നെ സോൾവിങ് ഇക്വേഷൻസ് ബൈ മെട്രിസസ് ഉപയോഗിച്ചുകൊണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. പിന്നെ അഡ്ജോയിൻറ്റ് ആൻഡ് ഇൻവേഴ്സ്. ദെൻ നെക്സ്റ്റ് ചാപ്റ്ററാണ് മൊഡ്യൂൾ 3-ലെ മെട്രിസസിൽ. പിന്നെ നമ്മൾ എന്താ പറയാനുള്ളത്? ഓപ്പറേഷൻസ് ഓഫ് മെട്രിക്സ് അറിയാം. മെട്രിക്സ് ബൈ സ്കാലാർ മെത്തേഡ്. അതിൽ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്, അതുപോലെ ഡിറ്റർമിനൻസ് ചോദിക്കാം. സോൾവ് ദി ഇക്വേഷൻസ് ത്രൂ മെട്രിസസ്. ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾക്ക് അറിയാലോ. എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1 ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് എ. 1 ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് എ. അഡ്ജോയിൻറ്റ് എ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്പോസ് ഓഫ് എ കോഫാക്ടർ മെട്രിക്സ്. അപ്പോൾ എന്താ കോഫാക്ടർ മെട്രിക്സ്? ഓരോ എലിമെൻറ്റിനെയും ഓരോ കോഫാക്ടേഴ്സ് ഉണ്ട്. ദെൻ കോഫാക്ടേഴ്സ് ഫോംഡ് എ മെട്രിക്സ് ഈസ് കോൾഡ് ആസ് കോഫാക്ടർ മെട്രിക്സ്. കോഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? കോഫാക്ടർ ഓഫ് എൻ എലമെൻറ്റ് ഈസ് ഈക്വൽ ടു മൈനർ ഓഫ് എൻ എലമെൻറ്റ് ഇൻറ്റു -1 raised to i plus j.
അപ്പോൾ അതൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ വളരെ ഈസി ആയിട്ട് മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മുഴുവൻ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സീക്വൻസ്, സീരീസ് ആൻഡ് പ്രോഗ്രഷൻ. സീക്വൻസ്, സീരീസ് ആൻഡ് പ്രോഗ്രഷനിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ജിയോമെട്രിക് പ്രോഗ്രഷൻ ആൻഡ് ഹാർമോണിക് പ്രോഗ്രഷൻ. ദെൻ അവലെ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ചില ഫോർമുലാസ് മാത്രം പറഞ്ഞു തരികയാണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ Tn ഈസ് ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d അല്ലേ. Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ദെൻ അതല്ലെങ്കിൽ അനദർ ഫോർമുല Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു T1 പ്ലസ് Tn. ഇങ്ങനെയൊക്കെ സമ്മ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുലാസ് ഉണ്ട്. അതിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഫിഗേഴ്സൊക്കെ വരാം. ദെൻ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുണ്ട് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന രീതിയിൽ. പിന്നെ അരിത്തമെറ്റിക് മീൻ, ദെൻ ABC, അതിൽ B ഈസ് ദ മിഡിൽ നമ്പർ, a പ്ലസ് c/2 എന്നൊക്കെ പറയുന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ടുള്ള ഫൈൻഡ് ദ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. ജോമെട്രിക് പ്രോഗ്രഷൻ. ജോമെട്രിക് പ്രോഗ്രഷനിൽ ദെൻ ഫസ്റ്റ് വൺ ഈസ് Tn എന്ന് പറയുന്നത് Tn ഈസ് ഈക്വൽ ടു a ഇൻറ്റു r⁻n−1 എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ടും സം ഓഫ് n ടേംസ് ഓഫ് GP എന്ന് പറയുന്നത് ദെൻ Sn ഈസ് ഈക്വൽ ടു a ഇൻറ്റു 1 - r⁻n ഡിവൈഡഡ് ബൈ 1 - r ഓർ Sn ഈസ് ഈക്വൽ ടു a ഇൻറ്റു r⁻n−1 ഡിവൈഡഡ് ബൈ r-1 എന്ന് പറയുന്ന രീതിയിൽ അവിടെ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആ ടോപ്പിക് കൂടിയാണ്. പിന്നെ അതിൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജോമെട്രിക് മീൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും essay ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഇൻസെർട്ട് 5 ജോമെട്രിക് മീൻ ബിറ്റ്വീൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് സോൾവ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു essay ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ ദ സം ഓഫ് 3 നമ്പേഴ്സ് ഇൻ GP നമ്മൾ പറയാറുണ്ട് a/r a ഇൻറ്റു r എന്നൊക്കെ പറഞ്ഞിട്ട് ഫൈൻഡ് ഔട്ട് ദ 3 നമ്പേഴ്സ് ഇൻ GP. അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ 2 പ്രോബ്ലംസ് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അരിത്തമെറ്റിക് മീനിലും അതുപോലെ തന്നെ a പ്ലസ് d ദെൻ പ്രീവിയസ് നമ്പർ ഈസ് a-d വരുന്ന തരത്തിലുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സ് കൂടെ അതിൽ ശ്രദ്ധിക്കാം. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ കഴിഞ്ഞാൽ ഹാർമോണിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ദെൻ കണ്ടിന്യൂവേഷൻ ഓഫ് പ്രോഗ്രഷനിൽ വരുന്നതിൻ്റെ റെസിപ്രോക്കൽസ് അരിത്തമെറ്റിക് മീനിൻ്റെ റെസിപ്രോക്കൽസ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നൊരു പ്രോഗ്രഷനാണ് ഇത് ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്, അല്ല ഹാർമോണിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ചാപ്റ്ററാണ് ഇൻട്രസ്റ്റ് ആൻഡ് ടൈം വാല്യൂ. ഇൻട്രസ്റ്റ് ആൻഡ് ടൈം വാല്യൂവിലെ ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു I ഈസ് ഈക്വൽ ടു PNR ദെൻ PNR/100 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാറുണ്ട്. R ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതെല്ലായ്പ്പോഴും പേഴ്സൻറ്റേജിലായിരിക്കും. അതുകൊണ്ട് P ഇൻറ്റു N ഇൻറ്റു R/100. ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കണ്ടുപിടിച്ചുകൊണ്ടുള്ള പ്രോബ്ലം നമ്മളതിൽ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ പുതുതായിട്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള EMI പോലെയുള്ള ആനുവിറ്റി EMI അതൊക്കെ പ്രാവശ്യം നമുക്ക് ചോദിക്കാവുന്ന ഒരു പാറ്റേൺ ആയിട്ട് നമുക്കത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് പ്രാവശ്യം ചോദിക്കാനുള്ളൊരു ഇതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, ശ്രദ്ധിക്കാവുന്നതാണ്. അപ്പോൾ സാധാരണ രീതിയിൽ 2 പാർട്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ദെൻ നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ദെൻ അവിടെ ആദ്യം തന്നെ നമുക്ക് ചിലപ്പം ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിലെ ചില ക്വസ്റ്റ്യൻസ് ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ അതൊക്കെ മുൻപ് എടുത്ത് തന്നിട്ടുണ്ട്. ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, അത് ജസ്റ്റ് നിങ്ങളത് അറിഞ്ഞിരിക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെ നോക്കേണ്ടത് ഇപ്പോൾ ഔട്ട് ഓഫ് ഡേറ്റഡ് ആയിട്ട് സിലബസിൽ കാണിച്ചിട്ടില്ലെങ്കിൽ കൂടെ കളക്ഷൻ ഓഫ് ഡാറ്റ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാ പ്രാവശ്യം ചോദിക്കാറുള്ളതാണ്. പ്രൈമറി ഡാറ്റ കളക്ഷൻ, സെക്കൻഡറി ഡാറ്റ കളക്ഷൻ എന്നൊക്കെ പറയുന്ന മെത്തേഡുകൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി, പ്ലാനിങ് ദ എൻക്വയറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സ്റ്റെപ്സ്, പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ക്വസ്റ്റ്യനെയർ എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിക്കാറുണ്ട്. പിന്നെ പറയാവുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് നെക്സ്റ്റ്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും അതുപോലെ തന്നെ അതിലെ മെഷേഴ്സ് ഓഫ് ഡിസ്പേഷനുമാണ്. അപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് അരിത്തമെറ്റിക് മീൻ, മീഡിയൻ,
ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ. 5 മെഷേഴ്സ് ആണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലുള്ളത്. അപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ ഇതിന് ആവറേജസിന് പറയുന്നൊരു പേരാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അപ്പോൾ റൈറ്റ് ഡൗൺ എനി 2 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നൊക്കെ പറയുമ്പോൾ അത് അരിത്തമെറ്റിക് മീൻ ആണെന്നും മീഡിയൻ ആണെന്നും മോഡാണെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം. അവിടെയൊക്കെ സീരീസിനെ ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ് ഒക്കെ ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഇൻഡിവിജ്വൽ സീരീസിലാണെങ്കിൽ അരിത്തമെറ്റിക് മീൻ ഈസ് ഈക്വൽ ടു എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സീരീസിലാണെങ്കിൽ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ. സിഗ്മ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും പോപ്പുലറായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാം. ദെൻ നെക്സ്റ്റ് വൺ മീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ ഈസ് മീഡിയൻ. മീൻ എന്ന് പറയുന്നത് ഒരു മാത്തമെറ്റിക്കൽ ആവറേജ് ആണ്. മീഡിയൻ ഈസ് എ പൊസിഷണൽ ആവറേജ് നമ്പേഴ്സിന്. അപ്പോൾ വീണ്ടും അവിടെ നമുക്കൊരു ക്ലാസിഫിക്കേഷൻ വരും: ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്. ഇൻഡിവിജ്വൽ സീരീസിലെ മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല നമ്പേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. നമ്പേഴ്സിന് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്തതിന് ശേഷം ദെൻ n+1/2th ഐറ്റം ദറ്റ് ഈസ് കോൾഡ് ആസ് മീഡിയൻ. അതിന് മിഡിൽ ഐറ്റം ഏതാണോ അതാണ് മീഡിയൻ. പിന്നെ ഡിസ്ക്രീറ്റ് സീരീസിലാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ n ഉപയോഗിക്കും. ആ ക്യാപിറ്റൽ ലെറ്റർ n കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിഗ്മ എഫ് എന്നുള്ളതാണ്. ദെർഫോർ മീഡിയൻ ഈസ് ഈക്വൽ ടു n+1, ക്യാപിറ്റൽ ലെറ്റർ n ഉപയോഗിക്കുക, n+1/2th ഐറ്റം അതേതാണോ അതാണ് മീഡിയൻ. ദെൻ ഡിസ്ക്രീറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ സീരീസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല L1 + n/2 - CF/F × C എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് മീഡിയൻ കണ്ടുപിടിക്കാം. ഇനി നെക്സ്റ്റ് വൺ ഈസ് മോഡാണ്. മോഡ് കണ്ടുപിടിക്കാനായിട്ട് ഇതേപോലെ ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലുള്ള ഫോർമുലാസ് നമുക്ക് നോക്കാം. മോഡ് ഈസ് ഈക്വൽ ടു മോസ്റ്റ് റിപ്പീറ്റേറ്റീവ് ഐറ്റം ഇൻ ദ സീരീസ് ഈസ് കോൾഡ് ആസ് മോഡ്. ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ അങ്ങനെ പറയാം. മോസ്റ്റ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന നമ്പർ ഏതാണോ അതാണ് മോഡ് എന്ന് പറയാം. ദെൻ അതുമല്ലെങ്കിൽ രണ്ടാമത് പറയുന്നത് ഡിസ്ക്രീറ്റ് സീരീസ് ആയിരിക്കും. ഡിസ്ക്രീറ്റ് സീരീസിൽ മോഡ് കണ്ടുപിടിക്കുക ഹയസ്റ്റ് ഫ്രീക്വൻസി ഡിനോട്ടഡ് എക്സ് വാല്യൂ. ഹയസ്റ്റ് ഫ്രീക്വൻസി ഡിനോട്ടഡ് എക്സ് വാല്യൂ ദറ്റ് ഈസ് കോൾഡ് ആസ് മോഡ്. അതിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ദെൻ അങ്ങനെ ഡിസ്ക്രീറ്റ് സീരീസിൽ അങ്ങനെ ചെയ്യാം. മീൻ, മീഡിയൻ, മോഡ്. മോഡ് ഇൻ കണ്ടിന്യൂസ് സീരീസ് L1 + F1 - F0 ഡിവൈഡഡ് ബൈ 2F1 - F0 - F2 × C. അപ്പോൾ മോഡൽ ക്ലാസ് കണ്ടുപിടിക്കണം. മോഡൽ ക്ലാസ് കണ്ടുപിടിക്കുമ്പോൾ ഹയസ്റ്റ് ഫ്രീക്വൻസി ഡിനോട്ടഡ് ക്ലാസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? മോഡൽ ക്ലാസ് എന്ന് പറയാം. ആ മോഡൽ ക്ലാസ് കണ്ടുപിടിച്ചതിന് ശേഷം അതിന്ന് നമ്മൾ എന്ത് ഐഡൻറ്റിഫൈ ചെയ്യും? മോഡ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ then അവിടെ മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു, മീഡിയൻ, പിന്നെ മോഡും, ഈ 3 ഫോർമുലാസും പറഞ്ഞു. അതേപോലെ തന്നെ നെക്സ്റ്റ് മീനാണ് ദെൻ ഹാർമോണിക് മീൻ. ഹാർമോണിക് മീൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ് n/σ1/x ആണ്. റെസിപ്രോക്കലാണ് അവിടെ പറയുന്നത്. n/σ1/x ആണ്. അതേപോലെ തന്നെ n/σ1/x ആണ്. ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സീരീസിലാണെങ്കിൽ n/σf × 1/x എന്ന് പറയുന്ന ഫോർമുല ഇട്ട് കഴിഞ്ഞാൽ അത് ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും നിങ്ങൾക്ക് അതുപോലെ എഴുതാം. അതാണ് ഹാർമോണിക് മീൻ. ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാനുള്ളൊരു ഫോർമുല എന്ന് പറയുമ്പോൾ ജോമെട്രിക് മീൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ് ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് എക്സ് ബൈ എൻ. ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് എക്സ് ബൈ എൻ. ദെൻ ഇൻ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ് then geometric mean is equal to sigma. then അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല geometric mean is equal to anti-log of sigma f log x divided by n. anti-log of sigma f log x divided by n. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? geometric mean. അപ്പോൾ അതിന്ന് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നിന്ന് മീനോ മീഡിയനോ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്കതിന്ന് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ അതിൻ്റെ ഏതെങ്കിലും 2 മാർക്കിൻ്റെ ഡിഫൈൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അരിത്തമെറ്റിക് മീൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അവിടെയും വാട്ട് ഈസ് മെൻ ബൈ അരിത്തമെറ്റിക് മീൻ, ഡിഫൈൻ അരിത്തമെറ്റിക് മീൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്കവിടെ പ്രതീക്ഷിക്കാം. അതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറയാനുള്ളത്.
ദെൻ നെക്സ്റ്റ് വളരെ വലിയൊരു ചാപ്റ്റർ എന്ന് പറയാവുന്ന രീതിയിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഇത്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിലെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം എന്ന് പറഞ്ഞു. മെഷേഴ്സ് ഓഫ് ആബ്സല്യൂട്ട് മെഷേഴ്സും ഉണ്ട്, റിലേറ്റീവ് മെഷേഴ്സും ഉണ്ട്. സ്കാറ്റേഡ് വാല്യൂസിനെയാണ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലെ വാല്യൂസ് തമ്മിൽ ഡീവിയേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിലെ ഏതൊക്കെയാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ? 4 തരത്തിലുള്ള മെഷേഴ്സാണ്: റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഏതൊക്കെ മെഷേഴ്സ് എന്ന് പറയുന്നത്? ദെൻ ഫസ്റ്റ് വൺ ഈസ് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. റേഞ്ച് ഈസ് ഈക്വൽ ടു ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ, h മൈനസ് എൽ. ദെൻ ദെൻ അവിടെ റിലേറ്റീവ് മെഷേഴ്സ് ഒപ്പം വരുന്നുണ്ട്. റിലേറ്റീവ് മെഷേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ദെൻ അവിടെ കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്, കോയിഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, കോയിഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ, കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഓൾസോ കോൾഡ് ആസ് കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ അല്ലേ. ദെൻ ഫസ്റ്റ് വൺ ഈസ് റേഞ്ച് എന്ന് പറയുന്നു. റേഞ്ച് ഈസ് ഈക്വൽ ടു h മൈനസ് എൽ. കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ഈസ് ഈക്വൽ ടു h മൈനസ് എൽ ഡിവൈഡഡ് ബൈ h പ്ലസ് എൽ. അപ്പോൾ റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മുടെ കംപ്ലീറ്റ് ആയി. ദെൻ സെക്കൻഡ് വൺ ഈസ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്. ക്വാർട്ടൈൽ ഡീവിയേഷനിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ, ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ചും അതേപോലെ തന്നെ കോയിഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷനുമാണ് കണ്ടുപിടിക്കാനുള്ളത്. ദെൻ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് ഈസ് ഈക്വൽ ടു Q3 മൈനസ് Q1. Coefficient of interquartile range is equal to Q3 minus Q1 divided by Q3 plus Q1. ഇനി ഓരോ സീരീസിലും ഈ ക്വാർട്ടൈൽസ് കണ്ടുപിടിക്കേണ്ട രീതി വ്യത്യാസമാണെന്ന് മാത്രം. ക്വാർട്ടൈൽസ് ഇൻ ഇൻഡിവിജ്വൽ സീരീസ് n+1/4th item. മീഡിയം കണ്ടുപിടിക്കുന്ന പോലെ നമ്പേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. Then n+1/4th item, that is called as median. മീഡിയം കണ്ടുപിടിക്കുന്ന പോലെ that is quartile എന്ന് പറയില്ലേ. ദെൻ ക്വാർട്ടൈൽ 3 Q3 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു n+1/4th item. അതേതാണോ അതാണ് അവിടെ Q3. അവിടെ ഇൻഡിവിജ്വൽ സീരീസിൽ അങ്ങനെ കണ്ടുപിടിക്കും. അതേപോലെ മീഡിയം കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഡിസ്ക്രീറ്റ് സീരീസിലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതിക്കൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ n ഉപയോഗിച്ചുകൊണ്ട് n+1/4th item ഡിനോട്ട് ചെയ്യുന്ന എക്സ് വാല്യൂ ഏതാണോ അതാണ് Q1. അതേപോലെ തന്നെ Q3 ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് ദ സൈസ് ഓഫ് n+1/3 ഇൻറ്റു n+1/4th item, അതാണ് ഇത്. ദെൻ Q3 എന്ന് പറയുന്നത്. അപ്പോൾ അതും ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ സാധാരണ രീതിയിൽ കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ Q1 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല Q1 ഈസ് ഈക്വൽ ടു L1 പ്ലസ് n/4 മൈനസ് CF ബൈ F ഇൻറ്റു C. then L1 then next one is L1 കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് L1 Q3 കണ്ടുപിടിക്കാനുള്ള ഫോർമുല L1 പ്ലസ് 3 ഇൻറ്റു n/4 മൈനസ് CF ബൈ F ഇൻറ്റു C. അപ്പോൾ Q1ഉം Q3 കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ് കിട്ടി. Q1 Q3 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ Q3 മൈനസ് ക്വാർട്ടർ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. ഇൻ്റർ ക്വാർട്ടർ റേഞ്ച് Q3 മൈനസ് Q1. The next one is Q3 minus Q1 divided by Q3 plus Q1. എത്രയാണ് അതിന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ക്വാർട്ടൈൽ ഡീവിയേഷനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ മോഡുലസ് D by n ഇൻ ഇൻഡിവിജ്വൽ സീരീസ്. ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ് മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ F ഇൻറ്റു മോഡുലസ് D by ക്യാപിറ്റൽ ലെറ്റർ N, F ഇൻറ്റു മോഡുലസ് D by n. ഇത് തന്നെയാണ് അതിൽ ഉപയോഗിക്കേണ്ടത്. മോഡുലസ് D എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു ആവറേജിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ചെയ്തിരിക്കുക. കോയിഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ SD. മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ SD. അവിടെ മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ ആവറേജ്, SD അല്ല, മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ ആവറേജ് എന്ന് പറയും. അപ്പോൾ ഏത് ആവറേജ് ഉപയോഗിച്ചാണോ മീൻ ഡീവിയേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത് അതേ ആവറേജ് ഉപയോഗിച്ചുകൊണ്ടാണ് കോയിഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മീൻ ഡീവിയേഷനിലെ D എന്ന് പറയുന്ന മോഡുലസ് D ആണ് x മൈനസ് എക്സ് ബാർ ഓർ x മൈനസ് ആവറേജ്. ആ ആവറേജ് മീനോ മീഡിയനോ മോഡോ ആയിരിക്കാം. ദെൻ അതാണ് ഇതിൽ പറയുന്ന മീൻ ഡീവിയേഷനിൽ പറയുന്നത്.
ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. മെയിൻ ഡീവിയേഷനും കഴിഞ്ഞ പ്രാവശ്യം എസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഇനിയിപ്പോൾ ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ഫോർമുലാസാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഒന്ന് ഇൻഡിവിജ്വൽ സീരീസിലും മറ്റൊന്ന് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സീരീസിലുമാണ്. ഇൻഡിവിജ്വൽ സീരീസിലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല √σx² n - σx/n (²). കണ്ടിന്യൂസ് സീരീസിലാണെങ്കിൽ √σfx² n - σfx/n (²). ഇത് രണ്ടുമാണ് നമ്മളോട് ഉപയോഗിക്കുന്ന ഫോർമുലാസ്. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു SD/മീൻ × 100. അതായത് അതിനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. CV ഈസ് ഈക്വൽ ടു SD/വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. അപ്പോൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? റേഞ്ച്, മെയിൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ. അതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ് നമ്മൾ എന്ത് പറയുക? കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈസ് ഈക്വൽ ടു SD/മീൻ × 100. SD/മീൻ ഇമ്പോർട്ടൻ്റ് ആണ്. SD/മീൻ × 100. അത്രയാണ് നമുക്ക് അതിൽ പറയാനുള്ളത്. ദെൻ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്കാണ് സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ്. സ്ക്യൂനെസ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലാക്ക് ഓഫ് സിമ്മട്രി. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് അസിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. ദെൻ അസിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ദെൻ അതിൻ്റെ ടെയിൽ എന്ന് പറയുന്നത് മീൻ ഈസ് ഗ്രേറ്റർ ദാൻ മീഡിയൻ, മീഡിയൻ ഈസ് ഗ്രേറ്റർ ദാൻ മോഡ്, ദാറ്റ് ഈസ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. മീൻ ഈസ് ലെസ് ദാൻ മീഡിയൻ, മീഡിയൻ ഈസ് ലെസ് ദാൻ മോഡ്, ദാറ്റ് ഈസ് നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. അതിനെ ആദ്യത്തേന് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നും രണ്ടാമത്തേന് നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നും പറയണം. ദെൻ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്ക്യൂനെസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ് അറിയാം. സ്ക്യൂനെസ്സിൽ ഏതൊക്കെയാണ് ഫോർമുല എന്ന് പറയുന്നത്? സ്ക്യൂനെസ് ഈസ് ഈക്വൽ ടു ദെൻ മീൻ മൈനസ് മോഡ് ബൈ SD ഓർ 3 × മീൻ മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ SD. ഈ 2 ഫോർമുല ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഫോർ മൊമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടോ μ3 ഡിവൈഡഡ് ബൈ √μ2³ എന്നത് ഉപയോഗിച്ചുകൊണ്ടോ സ്ക്യൂനെസ് കണ്ടുപിടിക്കാം. അപ്പോൾ മൊമെൻറ്റ്സ് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കണം. മൊമെൻറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് അറിഞ്ഞിരിക്കണം. മൊമെൻറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് μ1 എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സീരീസിലും അതേസമയം ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ആ ഭാഗത്ത് സ്ക്യൂനെസ് എന്ന് പറയുന്നൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റനാണ്. അവിടെ നിന്നൊരു എസ്സേ ക്വസ്റ്റനൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ക്വസ്റ്റനാണ്. അപ്പോൾ മൊമെൻറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് μ1 എന്ന് പറയുമ്പോൾ μ1 ഇൻ ഇൻഡിവിജ്വൽ സീരീസ് σx - x⁻1 ഡിവൈഡഡ് ബൈ n. കണ്ടിന്യൂസ് സീരീസിലെ σf × x - x⁻n (1 ഡിവൈഡഡ് ബൈ n). ദെൻ μ2 ഈസ് ഈക്വൽ ടു ദെൻ അതേപോലെ തന്നെ σx - x⁻2 ഡിവൈഡഡ് ബൈ n. അവിടെ σx - x⁻3 ഡിവൈഡഡ് f × x - x⁻2 ഡിവൈഡഡ് ബൈ n. ദെൻ നെക്സ്റ്റ് വൺ ഈസ് μ3 ഈസ് ഈക്വൽ ടു σx - x⁻3 ഡിവൈഡഡ് ബൈ n. കണ്ടിന്യൂസ് സീരീസിലെ σf × x - x⁻3 ഡിവൈഡഡ് ബൈ n. ലാസ്റ്റ് വൺ ഈസ് μ4 σx - x⁻1 divided by n. In discrete and continuous series, μ4 is equal to sigma f into x minus x bar all raised to 4 divided by n. ഇതാണ് മൊമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫോർമുലാസ്. അപ്പോൾ മൊമെൻറ്റ്സ് ദെൻ അതിലെ ഓരോ മൊമെൻറ്റുകളും മനസ്സിലാക്കാനായിട്ട് നമ്മൾ മൊമെൻറ്റ്സ് കണ്ടുപിടിച്ചതിന് ശേഷം സ്ക്യൂനെസ് കണ്ടുപിടിക്കും. സ്ക്യൂനെസ് കണ്ടുപിടിക്കുമ്പോൾ ഏത് ഫോർമുല ഉപയോഗിക്കും? μ3 ഡിവൈഡഡ് ബൈ √μ2³ എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കാം. ദെൻ മൊമെൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവരെ സ്ക്യൂനെസ് അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. കട്ടോസിസ് എന്ന് പറയുന്നത് പീക്ക്ഡ്നെസ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ് കട്ടോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ കട്ടോസിസ് എന്ന് പറയുന്നത് ഒരു തന്നിരിക്കുന്ന ഒരു കർവിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ ഹയസ്റ്റ് ആയിട്ടുള്ള പീക്ക്ഡ്നെസ് ആണെങ്കിൽ അതിന് ലെപ്റ്റോ കർട്ടിക് ആണെങ്കിലും നോർമൽ ആണെങ്കിൽ അതിനെ മെസ്സോ കർട്ടിക് ആണെന്നും ഏറ്റവും ബേസിനോട് അടുത്ത് നിൽക്കുകയാണെങ്കിൽ അതിനെ പ്ലാറ്റി കർട്ടിക് എന്നും പറയുന്നു. അപ്പോൾ ദെൻ ഇവിടെ കർട്ടോസിസ് β2 ഈസ് ഈക്വൽ ടു μ4 ഡിവൈഡഡ് ബൈ μ2².
ഇത്രയും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയും ഏരിയാസാണ് ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സിൽ നമ്മൾ കവർ ചെയ്തിരിക്കുന്ന 5 മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. പിന്നെ ഇനി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നിങ്ങൾ ആൻസർ ചെയ്യാം. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പിറകിലൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. നമുക്കറിയാം അതിൽ മാക്സിമം 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 2.5 മണിക്കൂറാണ് നിങ്ങൾക്കതിന് എഴുതാനുള്ള സമയം എന്ന് പറയുന്നത്. ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എഴുതാനുള്ള സമയം 2.5 മണിക്കൂറാണ്. 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അതിൽ ഫസ്റ്റ് 15 ക്വസ്റ്റ്യൻസിലും ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുക. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 15 ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്തിരിക്കണം. കണ്ടോ, ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് എ, ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്. അവിടെ 1 മുതൽ 1, 2, 3, 4 ഡിഫൈൻ ഇക്വേഷൻ, ഡിഫൈൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ, ഡിഫൈൻ മെട്രിക്സ്, വാട്ട് ഈസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, വാട്ട് ഈസ് അരിത്മെറ്റിക് മീൻ, what is meant by perpetual annuity, what is range, what is skewness, find 2 numbers of whose sum is 6 and the other squares of 20 എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇഫ് എ ഈസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ 10, what are the possible orders of A? Find the nth term of AP. What principal will amount to rupees 6,000, 6% per annum, simple interest in 5 years. Compute mean for the following distribution. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്കൊരു 15 ക്വസ്റ്റ്യൻ തന്നിരിക്കും. ഈ 15 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, പാർട്ട് എ എഴുതുമ്പോൾ പാർട്ട് എ തന്നെ കംപ്ലീറ്റ് ചെയ്യാം, പാർട്ട് ബി എഴുതുമ്പോൾ പാർട്ട് ബി കംപ്ലീറ്റ് ചെയ്ത് എഴുതാം, പാർട്ട് സി ആണെങ്കിൽ പാർട്ട് സി എഴുതാം. അപ്പോൾ ഏകദേശം അങ്ങനെ ശ്രമിക്കുക. പാർട്ട് സി നിങ്ങൾ മാറ്റി എഴുതുന്നുണ്ടെങ്കിൽ ആയിക്കോളൂ, പക്ഷേ അതല്ല, എഴുതുന്നൊരു സ്ട്രക്ചർ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ മാക്സിമം നമുക്ക് പറയുന്നത് 15 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 15 × 2 30 മാർക്സ് ആണ് നമുക്ക് അതിലുള്ളത്. പക്ഷേ മാക്സിമം സീലിംഗ് അനുസരിച്ച് 25 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പാർട്ടിൽ 15 ക്വസ്റ്റ്യൻ എഴുതണം. 15 ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ച് 30 മാർക്കുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങൾ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യന് 1/2 മാർക്കോ 1 മാർക്കോ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് 15 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. 30 മാർക്ക് അതിലേക്ക് വരും. നിങ്ങൾക്ക് 25-ൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അത് 25-ലേക്ക് ലിമിറ്റ് ചെയ്യും എന്നുള്ളതാണ്. 30 മാർക്ക് വരെ എഴുതിയാലും അത് 25 നിങ്ങൾ സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതൊന്നുകൂടെ ശ്രദ്ധിക്കുക. 15 ക്വസ്റ്റ്യനും ഫസ്റ്റ് പാർട്ടിൽ നിന്ന് 15 ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്യാം. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് ബി, ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നുണ്ട്. അതിൽ 8 ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. 8 × 5 40 മാർക്സാണ്. ആ 8 × 5 40 മാർക്സിൽ മാക്സിമം 35 മാർക്കാണ് നിങ്ങൾക്ക് ഇടുക. അതായത് 8 ക്വസ്റ്റ്യൻ തന്നിട്ട് 8 ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതണം. 8 ക്വസ്റ്റ്യൻ എഴുതിയാലും ചിലപ്പോൾ നമുക്ക് ഇവിടെ എന്താ പറയുക 8 × 5 40 മാർക്സാണ്. ഒരു ക്വസ്റ്റ്യന് 5 മാർക്ക് വെച്ചിട്ടാണ്. ചിലപ്പോൾ നമുക്ക് 5 മാർക്കും കിട്ടില്ല, 3 മാർക്കോ 3.5 മാർക്കോ 4 മാർക്കോ ഒക്കെ ആയിരിക്കും നമുക്ക് ഓരോ ക്വസ്റ്റ്യനും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ 8 ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടെ അറിയാത്തതാണെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന പോലെയൊക്കെ നിങ്ങൾ അതിൽ എഴുതി വെക്കുകയാണെങ്കിൽ 1 മാർക്കോ 2 മാർക്കോ ശരിയായിട്ടുള്ള രീതിയിൽ എഴുതി വെക്കുകയാണെങ്കിൽ ഒരുവിധം കുഴപ്പമില്ലാതെ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, സെക്കൻഡ് പാർട്ടിലും 8 ക്വസ്റ്റ്യനും എഴുതാം. 8×5 40 മാർക്കാണ്. അവിടെ നിങ്ങൾക്ക് 35 മാർക്കാണ് നിങ്ങൾക്കത് കിട്ടുക. ദെൻ അതിൽ ചില എക്സാമ്പിൾസ് പറയാം. വാട്ട് ഈസ് EMI, ഹൗ ഈസ് ഇറ്റ് കാൽക്കുലേറ്റഡ്, ഡിഫൈൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വാട്ട് ആർ ദി മെറിറ്റ്സ്. പിന്നെ ടോട്ടൽ കോസ്റ്റ് ആൻഡ് റവന്യൂ ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്ന് ലെവൽ ഓഫ് ഇക്വിലിബ്രിയത്തോട് കൂടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യനൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ബ്രേക്ക് ഈവൻ പോയിൻ്റ് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ. ഫൈൻഡ് എക്സ് ആൻഡ് വൈ, മെട്രിക്സ് തന്നിട്ട് ആ മെട്രിക്സിൽ നിന്ന് എക്സും വൈയും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറയാം. പിന്നെ എസ്റ്റിമേറ്റഡ് വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ. പിന്നെ കാൽക്കുലേറ്റ് മീഡിയൻ മോഡ് ചോദിക്കാം, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് കോഎഫിഷ്യൻ ഓഫ് റേഞ്ച്. ഇതിന്ന് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആ ഒരു പാർട്ടിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ 8 ക്വസ്റ്റ്യനാണ് അവിടെ ഉണ്ടാവുക. 5 മാർക്ക് വെച്ചിട്ടാണ്. 8 × 5 40 മാർക്സ് നിങ്ങൾ ആൻസർ ചെയ്തിരിക്കണം. ദെൻ നെക്സ്റ്റ് പാർട്ടിലെ പാർട്ട് സി. പാർട്ട് സിയിൽ ആൻസർ എനി 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് എല്ലാം എഴുതാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഏതെങ്കിലും 2 ക്വസ്റ്റ്യനെ എഴുതേണ്ടതുള്ളൂ. അവിടെ മാക്സിമം സീലിങ്ങും എസ് എ ക്വസ്റ്റ്യൻ ഇല്ല. മാക്സിമം സീലിംഗ് എസ് എ ക്വസ്റ്റ്യൻ ഇല്ല എന്ന് പറയുമ്പോൾ 10 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്തത്. നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻ തരും.
പാർട്ട് സിയിൽ 4 ക്വസ്റ്റ്യൻ തരും, 2 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ആ 2 ക്വസ്റ്റ്യനും 10 മാർക്ക് വെച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് 10 to 20 മാർക്സാണ് നിങ്ങൾക്ക് പാർട്ട് സിയിൽ കിട്ടുക. ദെൻ അതിൽ മിക്കവാറും ഇതിൽ 2-3 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. പിന്നെ അതുപോലെ തന്നെ ഫൈൻഡ് ഔട്ട് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. അതേപോലെ തന്നെ യൂസിങ് ക്രാമേഴ്സ് റൂൾ സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് സോൾവ് ചെയ്യുക. ക്രാമേഴ്സ് റൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിറ്റർമിനൻ്റ് ഓഫ് A1 ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് A, ഡിറ്റർമിനൻ്റ് ഓഫ് A2 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് A, ഡിറ്റർമിനൻ്റ് ഓഫ് A3 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് A എന്ന് പറയുന്ന ആണ് ക്രാമേഴ്സ് റൂള്. ആദ്യത്തെ എ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ. A1 എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യും, നമ്മൾ മെട്രിക്സിലെ ഫസ്റ്റ് കോളം മാറ്റി എഴുതും. A2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് കോളം മാറ്റും. ദെൻ A3 എന്ന് പറയുമ്പോൾ തേർഡ് കോളം മാറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള ഒരു ഇത് കിട്ടും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 മാർക്കും അതിൽ അവൈലബിൾ ആവും. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ ഫസ്റ്റ് പാർട്ടിൽ 15 ക്വസ്റ്റ്യൻ എഴുതിയിരിക്കണം, സെക്കൻഡ് പാർട്ടിൽ 8 ക്വസ്റ്റ്യൻ നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. ആൻഡ് ലാസ്റ്റ് പാർട്ട് നമ്മൾ essay ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അത്രയുമാണ്. അപ്പോൾ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇവിടെ വെച്ചിട്ട് തീരുകയാണ്. അപ്പോൾ ഞാനതിൻ്റെ റിവിഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഒന്നുകൂടെ എല്ലാ മൊഡ്യൂൾസിലൂടെയും ഒന്ന് കടന്നു പോയിട്ട് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്നോട് ചോദിക്കാം. അപ്പോൾ ഇത്രയും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഓൾ.